ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ഇന്ത്യൻ സലൂൺ പരിചയപ്പെടുത്താനല്ല, കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നൈജീരിയയിലെ ലേഗോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റിലാണ്. ഇവിടെ ടോട്ടൽ 36 സ്റ്റേറ്റ്സ് ഉണ്ട്, പിന്നെ ഒരു ഫെഡറൽ ക്യാപിറ്റൽ ടെറിട്ടറിയും. അതിൽ ലേഗോസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് താമസിക്കുന്നത്. പറയുകയാണെങ്കിൽ ഒരു 65,000-ന് മുകളിൽ ഇന്ത്യൻസ് അവിടെ താമസിക്കുന്നുണ്ട്. അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവരുടെ ഏരിയനെ വിളിക്കുന്നൊരു പേരാണ് ഇലുപേജു. ഓക്കെ, കാരണം ഇലുപേജു എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള എല്ലാ നൈജീരിയൻസിനും വരെ അറിയാം അവിടെ ഇന്ത്യൻസ് താമസിക്കുന്ന ഒരു ഏരിയ ആണെന്നുള്ളത്. അപ്പോൾ അവിടെയാണ് ഈ ഇന്ത്യൻ സലൂൺസ് ഉള്ളത്. ആ കൂടി 1-2 എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഇന്ത്യൻസും വരുന്നതും അവിടെ തന്നെയാണ്. ഞങ്ങൾ പക്ഷേ ആ ഒരു കമ്മ്യൂണിറ്റിയിലല്ല താമസിക്കുന്നത്, പുറത്താണ്. അപ്പം ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങോട്ടാണ് വരാറ്. അപ്പോൾ ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഇലപേജു ഏരിയ. ഇവിടെയാണ് മൊത്തം ഇന്ത്യൻസ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ഏരിയയിൽ മുഴുവൻ ഇന്ത്യൻസാണ്. ഓക്കെ, നൈജീരിയൻസും ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസാണ്. അവർക്ക് ഒന്നിനും പുറത്തു പോകേണ്ട കാര്യമില്ല. സേഫ്റ്റി റീസൺസും ആയിരിക്കാം. കമ്പനി തന്നെ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്, കാറ്, ഡ്രൈവർ, മെയ്ഡ്, അങ്ങനെ എല്ലാം കൊടുക്കുന്നുണ്ട്. അവർക്ക് ശമ്പളം കംപ്ലീറ്റ്ലി അവരുടെ കയ്യിലിരിക്കും. അതുകൊണ്ട് കാശ് ഉണ്ടാക്കാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഞാനിപ്പം പോകുന്നത് ആ സലൂണിലേക്കാണ്. ഒരു പഴയ ബിൽഡിംഗ്, അതിനകത്താണ് അവർ ഈ സലൂൺ റൺ ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യൻസാണ് ആ സലൂൺ റൺ ചെയ്യുന്നത്. അവർ കുറേ നാളായിട്ട്, ഏകദേശം ഒരു 10 വർഷമായിട്ട് അവരിവിടെ ഉണ്ട്. കാരണം അധികം ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും വരുന്നത് ഇവിടെയാണ്. അപ്പം ഞാനും ഇവിടെ തന്നെയാണ് വരാറ് കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട്. അപ്പോൾ ഇതൊരു സാധാരണ ഒരു നോർമൽ ലെവലിലുള്ളൊരു സലൂൺ. ഓക്കെ, വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സലൂണൊന്നുമല്ല. അത് നിങ്ങൾക്ക് നൈജീരിയ മൊത്തത്തിൽ കാണുമ്പോഴേ മനസ്സിലാവും അല്ലേ. അപ്പം ഇതാണ് അതിൻ്റെ ഉൾഭാഗം, ഈ ഒരു സലൂണിനകത്തുള്ള ഏരിയ. ഞാൻ ഇവരോട് ചോദിച്ചിട്ടല്ല ഈ വീഡിയോ എടുത്തത്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇവരാണ് എനിക്ക് ഇവിടെ നൈജീരിയൻസും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്ത്യൻസ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻസ് തന്നെയായിരിക്കും ടേക്ക് കെയർ ചെയ്യുക. ഹെയർ കട്ടിങ് ആണെങ്കിലും ഹെയർ റിലേറ്റഡ് കാര്യങ്ങൾ. കാരണം ഇവിടെ നൈജീരിയൻസിന് ഹെയർ കെയറിനെ കുറിച്ചിട്ട് ഒന്നും അറിഞ്ഞുകൂടാ. അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് ഇവിടെ. അപ്പം എൻ്റെ പരിപാടികളെല്ലാം ഞാൻ കഴിഞ്ഞു. ഹസ്ബൻഡ് പുള്ളിക്കാരൻ്റെ പരിപാടികളെല്ലാം തീർത്തു. ഞങ്ങൾ അവിടുന്ന് മെല്ലെ ഇറങ്ങി ഞങ്ങൾ പോകുന്നത് ഇപ്പം ഒരു കഫേയിലേക്കാണ്, ഒരു ചായ കുടിക്കാനായിട്ട്. ഞങ്ങൾ എപ്പോഴും പോകുന്നൊരു കഫേ ഉണ്ട്, ചെറിയൊരു കോഫി ഷോപ്പാണ്. കഫേ പൊട്ടോബ എന്ന് പറയും. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഈ ഒരു കഫേനെ കുറിച്ച്. ഞങ്ങൾ അവിടെ 2 ചായയും പിന്നെ ഒരു ദഹിപൂരി ഓർഡർ ചെയ്തു. ഇവിടെ വരുമ്പം കുറച്ച് നേരം ഇവിടെ ഇരുന്ന് സംസാരിക്കും. കുറേ ഇന്ത്യൻസ് ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ സംസാരിക്കും. കുറേ അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതൊക്കെയല്ലേ ഒരു ചെറിയ സന്തോഷം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പം ഇതുപോലെ ഒരു സലൂണും കൂടി ഉണ്ട് ഇവിടെ. ഞാൻ ഇതുവരെ പോയിട്ടില്ല അവിടെ. അപ്പം ഒരു ദിവസം അവിടെ പോയി ആ സലൂൺ എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ കവർ ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സോ എവ്രിബഡി ബൈ.